സിനിമാ സമര പ്രഖ്യാപനത്തിൽ ജി സുരേഷ് കുമാറിനെ അതിരൂക്ഷമായി വിമർശിച്ച് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ. നിർമ്മാതാക്കളുടെ സംഘടനയെ പ്രതിനിധീകരിച്ച് അഭിപ്രായം പറയാൻ സുരേഷിനെ ആരാണ് ചുമതലപ്പെടുത്തിയതെന്ന് ആന്റണി പെരുമ്പാവൂർ ചോദിച്ചു. എമ്പുരാന്റെ ബജറ്റിനെ കുറിച്ച് സുരേഷ് കുമാറിന് എന്തറിയാമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശനം. പിന്നാലെ എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്ന് കുറിച്ച് ആന്റണിക്ക് പിന്തുണയുമായി നടനും സംവിധായകനുമായ പൃഥ്വിരാജും രംഗത്തെത്തി. അതേസമയം സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നായിരുന്നു സുരേഷ് കുമാറിന്റെ പ്രതികരണം. സിനിമാ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജൂൺ 1 മുതൽ പ്രഖ്യാപിച്ചിരുന്ന സമരത്തിലാണ് നിർമ്മാതാക്കൾക്കിടയിലെ അഭിപ്രായ ഭിന്നത മറനീക്കിയത്. സിനിമാ നികുതി, താരങ്ങളുടെ ഉയർന്ന പ്രതിഫലം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് സമരത്തിനൊരുങ്ങുന്നത്. ഇതിനിടെയാണ് സമരത്തിനെതിരെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയത്. സിനിമാ സമരത്തിന് പിന്നിൽ മറ്റ് സംഘടനകളുടെ സമ്മർദ്ദമാണെന്നും സംഘടനയുടെ പ്രസിഡന്റായി ആൻഡ്രൂ ജോസഫ് ഉണ്ടായിരിക്കെ ജി സുരേഷ് കുമാറിനെ ആരാണ് സമരപ്രഖ്യാപനത്തിന് ചുമതലപ്പെടുത്തിയതെന്നും ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റിൽ തുറന്നടിച്ചു. മലയാള സിനിമ തകർച്ചയുടെ വക്കിലാണെന്നും 100 കോടി ക്ലിപ്പുകൾ നിർമ്മാതാക്കളുടെ വെറും നുണക്കഥകളാണെന്നുമടക്കം സുരേഷ് കുമാറിന്റെ ഓരോ വാക്കുകളും ആന്റണി ചോദ്യം ചെയ്യുന്നു. നിക്ഷിപ്ത താൽപര്യക്കാരുടെ വാക്കുകളിൽ സുരേഷ് കുമാർ പെട്ടുപോയി. 100 കോടി കളക്ഷനെ പരിഹസിച്ചും വെല്ലുവിളിച്ചും സംസാരിച്ച സുരേഷ് കുമാർ ഇന്ത്യയിൽ എല്ലായിടത്തുമുള്ള രീതിയിലാണ് മലയാള സിനിമയിലും ഉള്ളതെന്ന് മനസ്സിലാക്കണം. സുരേഷ് കുമാറിന്റെ ഇടപെടലുകൾ അപക്വമാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ പൂർത്തിയാകാത്ത എമ്പുരാൻ സിനിമയുടെ ചെലവിനെക്കുറിച്ച് സുരേഷ് കുമാർ പരസ്യ ചർച്ച നടത്തിയതിനെയും വിമർശിച്ചു. ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് നടൻ പൃഥ്വിരാജ് അടക്കം സിനിമാ മേഖലയിലെ പ്രമുഖർ ഷെയർ ചെയ്തു. എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്ന തലക്കെട്ടോടെയാണ് പൃഥ്വിരാജ് കുറിപ്പ് പങ്കുവച്ചത്. അതേസമയം സംഘടനയിൽ ചർച്ച നടത്തിയാണ് സിനിമാ സമരം പ്രഖ്യാപിച്ചതെന്നും സമരവുമായി മുന്നോട്ടു പോകുമെന്നുമാണ് സുരേഷ് കുമാറിന്റെ നിലപാട്. നിർമ്മാതാക്കളുടെ ഇടയിൽ തന്നെ ഭിന്നത രൂക്ഷമായതോടെ കൂടുതൽ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഇനി സമരവുമായി മുന്നോട്ടു പോകാനിടയുള്ളൂ. ന്യൂസ് മലയാളം, കൊച്ചി.